ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെജ് ഓംലെറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഹോളിഡേ ഒക്കെ ആയിട്ട് എല്ലാവരും കേക്കും ഒരുപാട് മധുരമൊക്കെ കഴിച്ചല്ലേ, അപ്പം ഒരു വെയിറ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമ്മൾക്ക് രാവിലെ എന്താ പറയുന്നത്, അപ്പവും ദോശയൊക്കെ തിന്നുന്നതിന് പോലെ ഇതേലെ ഒരെണ്ണം ഉണ്ടാക്കി തിന്നാൽ മതി. ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാവും. നല്ലതാണ്, ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ അതിൻ്റെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ 3 കളറ് ക്യാപ്സിക്കമാണ് എടുത്തേക്കുന്നത്. റെഡ്, ഓറഞ്ച്, ഗ്രീൻ ഇച്ചിരി വലിയതാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ 3 മഷ്റൂംസ്, 5 ബ്രോക്കലി ഫ്ലോററ്റ്സ്, ഒരു തക്കാളിക്ക, ഒരു വലിയ ഉള്ളി, 5 എഗ് വൈറ്റ്സ്, 5 ഹോൾ എഗ്സ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ വറ്റൽമുളക് ക്രഷ് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് ഈ പച്ചക്കറികളെല്ലാം ഒന്ന് അരിഞ്ഞ് എടുക്കാം. ഇച്ചിരി വലുതായിട്ട് അരിയുന്നത്, അങ്ങ് തീരെ ചെറുതായിട്ടല്ല അരിയുന്നത് കേട്ടോ. ഒരേ സൈസിൽ എല്ലാ പച്ചക്കറികളും അരിയണം. പിന്നെ പച്ചക്കറിയുടെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ എല്ലാ കളറ് ബെൽ പെപ്പറും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം കേട്ടോ, അതെല്ലാ കളറും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏത് കളർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. എനിക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ മഷ്റൂം ഇല്ലയെന്ന് വെച്ചാലും എന്താ പറയുന്ന, ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട, ഉണ്ടാക്കാം. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ എടുത്താൽ മതി കേട്ടോ. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പച്ചക്കറികളുടെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ഇത്ര എടുത്തേക്കുന്നത് 5 സെർവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് 5 മുട്ടയുടെ വെള്ളക്കരു മാത്രം എടുക്കാം. ഈ എഗ് സെപ്പറേറ്റർ കണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്, നല്ലതാണ് കേട്ടോ. മഞ്ഞക്കരു പൊട്ടത്തൊന്നുമില്ലേ. കിട്ടുന്നവർ മേടിച്ചോ കേട്ടോ. പൈസ എന്തായാലും പന്നലാവില്ല, വേസ്റ്റ് ആവില്ല. അപ്പോൾ 5 മുട്ടയുടെ വെള്ളക്കരുവും 5 മുട്ട മുഴുവനായിട്ടും എടുക്കണം കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആ വെള്ളം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കില്ലേ, അങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല. നല്ല പോലെ ബീറ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി, അധികം എണ്ണയൊന്നും ഇതിന് യൂസ് ചെയ്യില്ല. എന്നിട്ട് അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചക്കറി മുഴുക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും, പിന്നെ നേരത്തെ പറഞ്ഞില്ലേ കുരുമുളക് പൊടിയും റെഡ് പെപ്പർ ഫ്ലേക്സ് ഇല്ലേ, അതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഇച്ചിരി ഏറെ ഉപ്പാണ് എടുത്തത് കേട്ടോ, പക്ഷേ ഞാനെല്ലാം ഇട്ടില്ല, ബാക്കി കളഞ്ഞേ. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കാര്യം ഈ പച്ചക്കറി ഒന്നാമത് ഈ ബെൽ പെപ്പറിനൊക്കെ അധികം വേവില്ലാത്തതല്ലേ, ബ്രോക്കലിക്കായാലും അധികം വേവില്ല. ഒരുപാട് നേരം ഇട്ട് നമ്മൾ അതുകൊണ്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ 5 മിനിറ്റ് തുറന്ന് വെച്ച് ഈ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണം. പിന്നെ ഒരു കാര്യം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ, ആ നോട്ടിഫിക്കേഷൻസ് കൂടെ ഒന്ന് ടേൺ ഓൺ ചെയ്യണേ. വേണ്ടേ, ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പച്ചക്കറിയെല്ലാം നന്നായിട്ട് ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയും ഇതൊന്നും നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് കുക്കിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണ്ടേ, ഞാൻ യൂസ് ചെയ്യുന്ന ഈ തവി ഉണ്ടല്ലോ, ഒരു 1/3 കപ്പിൻ്റെ സൈസാണ്. അപ്പം ഞാൻ 1/3 കപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടെ ആയിരിക്കണം ഈ മുട്ടയുടെ ഇത് മിക്സ് ഒഴിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു 10 ഇഞ്ച് ആണ് ഈ പാൻ സൈസ്. എന്നിട്ട് വേണ്ട ഇതുപോലെ നന്നായിട്ട് അത് മുഴുക്കെ ആക്കിയെടുക്കണം. അന്നേരമാണ് ഈവൻലി അത് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ തീ വെച്ചേക്കുന്ന ലോയിലും മീഡിയത്തിൻ്റെയും ഇടയിലാണ് വെച്ചേക്കുന്നത്. വലിയ ഹൈ ഫ്ലെയിം വെച്ചിട്ടില്ല. എന്നിട്ട് വേണ്ടേ ഒരു ഏകദേശം 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് തിരിച്ചിടാം. തിരിച്ചിട്ടിട്ടും അധികം നേരം ഇരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു ലൈക്ക് 20 സെക്കൻഡ്സ് ഓർ 30 സെക്കൻഡ്സ് ആകുമ്പോഴത്തേന് നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് നമ്മളില്ലോ തീ ഓഫ് ചെയ്യണം കേട്ടോ. ഈ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് തീ വെച്ചിട്ടല്ല ഞാൻ
എന്നിട്ട് നമ്മളിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന പച്ചക്കറിയുടെ ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ 2 സൈഡും ഫോൾഡ് ചെയ്തിട്ട് നമുക്കെടുക്കാം. ഇത് കെച്ചപ്പിൻ്റെ കൂടെ തിന്നണമെന്നുള്ളവർക്ക് അങ്ങനെ തിന്നാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണമെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ? അപ്പോൾ ഒരു 10 മിനിറ്റിനകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് തിന്നാം. നല്ല പ്രോട്ടീനും ഉണ്ട്, ആവശ്യത്തിന് പച്ചക്കറിയും ഉണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായവും പറയണം കേട്ടോ.